നമസ്കാരം. വയനാട് ദുരന്തത്തിൽ പൊലിഞ്ഞ ജീവിതങ്ങൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം അർപ്പിക്കുന്നു. ഇനി വേണ്ടത് വയനാടിൻ്റെ പുനർനിർമ്മാണം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. വയനാട്ടിലെ ദുരന്ത അനുഭവങ്ങളെ നാം മറികടന്നത് കൂട്ടായ്മയുടെ മനക്കരുത്തുകൊണ്ടാണ്. ദുരന്തം പെയ്തലച്ച് കുത്തിയൊലിച്ച് ജീവിതങ്ങളെ കടപുഴക്കിയത് അവർ കണ്ണടച്ച് നിദ്രയിലാണ്ട പുലർച്ചെയായിരുന്നു. നിസ്സഹായരായ ഒരു കൂട്ടം മനുഷ്യ ജീവിതങ്ങളെയും അവരുടെ സ്വപ്നങ്ങളെയും മണ്ണും മലവെള്ളവും കൊണ്ടുപോയി. രക്ഷപ്പെട്ട പലർക്കും ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായി. അവർ സ്വരുക്കൂട്ടിയ ജീവിതം അത്രയും തുടച്ചു നീക്കപ്പെട്ടു. കുടുങ്ങിക്കിടന്നവർക്കും പരിക്കേറ്റവർക്കും നേരെ രക്ഷാകരം നീട്ടാൻ സൈന്യവും NDRFും അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും സന്നദ്ധ സേവകരും ഓടിയെത്തി. അവരുടെ അശ്രാന്ത പരിശ്രമത്തിലാണ് ചിതറിത്തെറിച്ച ചൂരൽമലയിലും മുണ്ടക്കയിലും രക്ഷാദൗത്യം നടന്നത്. കിലോമീറ്ററുകളോളം ഒഴുകിപ്പോയതും ചെളിയിൽ പുതഞ്ഞതുമായ മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളും കണ്ടെത്താൻ നാട്ടുകാരടക്കം രംഗത്തിറങ്ങി. ഭക്ഷണവും അവശ്യ വസ്തുക്കളുമായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നു പോലും സഹായഹസ്തങ്ങൾ വയനാട്ടിലേക്ക് നീണ്ടു. വയനാടിനെ ആശ്വസിപ്പിക്കാൻ നേതാക്കളും മന്ത്രിമാരും ജനപ്രതിനിധികളും എത്തി. പ്രളയകാലത്തെന്ന പോലെ കൂട്ടായ്മയുടെ കരുത്തിൽ അതിജീവനത്തിൻ്റെ പുതുചരിത്രം എഴുതുകയായിരുന്നു വയനാടൻ മണ്ണിൽ കേരളം. കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിറരാം, യോദ്ധാക്കളിൽ ആയോധന വീര്യം പകരാം, രണമിതു മൃതിയുടെ രഥമുരുളാം. ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിറരാം, യോദ്ധാക്കളിൽ ആയോധന വീര്യം പകരാം, രണമിതു മൃതിയുടെ രഥമുരുളാം. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ, അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ എങ്ങനെയാണ് സൈന്യത്തിൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കുന്നത് എന്നുകൂടി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ മുണ്ടക്കയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിസാഹസികമായി ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു പകലാളി തീരം ഇടിയുടെ മിന്നൽ ചാർത്താൽ മഴമഞ്ചാടി പോകട്ടായി. ഒരു പകലാളി തീരം ഇടിയുടെ മിന്നൽ ചാർത്താൽ മഴമഞ്ചാടി പോകട്ടായി. കഴിച്ചോ കഴിച്ചോ ഇതൊന്നും ഒരു പടിയില്ല. ഏപ്രിൽ മാസക്കാറ്റിലൂടെ കാവൽ മേഘമേ വരൂ, അകലെ ഇത്തരമൊരു ദുരന്തമുഖത്ത് നടത്താൻ കഴിയുന്ന പ്രവർത്തനം നടത്തി എന്നൊരു സംതൃപ്തിയാണ് ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്നത്. ഇനിയും അതേ രീതിയിൽ തുടർന്ന് ഏകോപിതമായി പ്രവർത്തനം നടത്തി പോകണം. അതിന് എല്ലാവരും ഒന്നിച്ചിട്ടുണ്ട്. ഓരോ സ്വരഹാരം പണിയാം, ഓരോ ഹിമതീരം രുതിരം പോർച്ചിതരാം, നെഞ്ചോടൊരു സാരംഗീലീണം പകരാം. സൂര്യാങ്കുരമോരോ സ്വരഹാരം പണിയാം, ഓരോ ഹിമതീരം രുതിരം പോർച്ചിതരാം, നെഞ്ചോടൊരു സാരംഗീലീണം പകരാം. ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാത്തിരുന്ന ആ നിമിഷമാണ്. സൈന്യത്തിന്റെ വാഹനം ഇപ്പോൾ മറുകരയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ബെയിലി പാലം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു കരമാക്ഷൻ ഗീതം, ഇത് ഒരു ഇന്ത്യൻ സ്വപ്നം, ഇത് രാജ്യത്തിൻ സായുജ്യം. മാറ്റിൽ ചേർക്കാം ഒരു കരമാക്ഷൻ ഗീതം, ഇത് ഒരു ഇന്ത്യൻ സ്വപ്നം, ഇത് രാജ്യത്തിൻ സായുജ്യം. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ താഴ്വശത്ത് ഈ കൊടും ഉരുൾപൊട്ടൽ വന്ന ഭാഗത്ത് നിന്ന് വീണ്ടെടുത്തിട്ടാണ് വളരെ അതിസാഹസികമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോയി രക്ഷിച്ചുകൊണ്ട് വന്നതാണ്. അകലെ
मैं विश्वास दिलाता हूं इन परिजनों को भी कि वे अकेले नहीं हैं। इस दुख की घड़ी में चाहे राज्य सरकार हो, केंद्र सरकार हो या देश के जन जन नागरिक हो, हम सब उस संकट की घड़ी में उनके साथ हैं। I am very proud that a lot of people are standing with the people of Wayanad. In fact, the whole nation's attention is towards Wayanad, and I am sure that the whole nation is going to help the people of Wayanad. ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിറരാം, യോദ്ധാക്കളിൽ ആയോധന വീര്യം പകരാം, രണമിതു മൃതിയുടെ രഥമുരുളാം. ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിറരാം, യോദ്ധാക്കളിൽ ആയോധന വീര്യം പകരാം, രണമിതു മൃതിയുടെ രഥമുരുളാം. ഒരു പകലാളി തീരം ഇടിയുടെ മിന്നൽ ചാത്തായി മഴ മഞ്ചാടി പൂവൊട്ടായി. ഒരു പകലാളി തീരം ഇടിയുടെ മിന്നൽ ചാത്തായി മഴ മഞ്ചാടി പൂവൊട്ടായി. ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായത് നമുക്ക് സങ്കല്പിക്കാനാവാത്ത ദുരന്തമാണ്. ദുരന്തബാധിത പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ സേനാ വിഭാഗങ്ങളെല്ലാം എത്തി. ഒറ്റപ്പെട്ടുപോയ ചൂരൽമലയെയും മുണ്ടക്കയെയും തമ്മിൽ ബന്ധപ്പെടുത്തിയ ബെയിലി പാലം നിർമ്മിക്കാനായതോടെ രക്ഷാപ്രവർത്തനം സുഗമമായി. ഭീകരവാദികൾക്കെതിരായ ദൗത്യത്തിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ അംഗഭംഗം വന്ന സൈനികൻ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി പോലും വയനാടൻ മണ്ണിലെത്തിയത് ആർമിയുടെ പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും വെളിവാക്കുന്നതായി. എൻ്റെ ജനിച്ച നാടിനു വേണ്ടി എനിക്ക് തിരിച്ചു ചെയ്യാൻ പറ്റുന്ന ഒരു സേവനമായി ഞാൻ കരുതുന്നു. ഘനശ്യാമ സായന്തനത്തിന്റെ ആകാശമിരുകിളികളുടെ സബരിതമാക്കുന്ന ആരൊരാൾ നെഞ്ചിലെ കെയ്യുന്നോരമ്പേറ്റു ചിതറിത്തരിക്കയായി രണ്ടു ജന്മം. ഇന്ത്യൻ ആർമി ഒരു പാഷനാണ്, അത് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ആ ഒരു ലൈഫ് എനിക്ക് ഇഷ്ടമാണ്. സോ വി ആർ ലിവിങ് അവർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ് ത്രൂ ദിസ് ബൈ ഡെഡിക്കേറ്റിംഗ് അവർ സെൽഫ് ഫോർ ദ നേഷൻ. ഇടനെഞ്ചു പിടയുന്ന ശ്വാസനാളങ്ങളിൽ ഒരു നേർത്ത പ്രാവിന്റെ കുറുകൽ മാത്രം. ഇടനെഞ്ചു പിടയുന്ന ശ്വാസനാളങ്ങളിൽ ഒരു നേർത്ത പ്രാവിന്റെ കുറുകൽ മാത്രം. ഇവിടെ ഈ ഓപ്പറേഷൻ നടത്തുമ്പോൾ എന്ത് തോന്നുന്നു? ഒരു ദുഃഖം അറിയിക്കുന്നുണ്ടാവില്ല, കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു. ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് നമ്മളെ ഇമോഷൻസിനെ ഓവർകം ചെയ്യാൻ ഉള്ള ഒരു കേപ്പബിലിറ്റി നമ്മളിൽ ഇൻഡ്യൂസ് ചെയ്യാറുണ്ട്. സോ ഇമോഷൻസ്, യെസ്, ഇറ്റ് ഈസ് ദേർ, ബട്ട് വി നീഡ് ടു വർക്ക് ബിയോണ്ട് അവർ ഇമോഷൻസ് സോ ദാറ്റ് വി ആർ ഓൾ കേപ്പബിൾ ഓഫ് ദാറ്റ്. Thank you. Guys, one salute. Start. ബെയിലി പാലം നിർമ്മിച്ച സൈന്യത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഒരു വനിതയായിരുന്നു, സീത അശോക് ഷെൽക്കെ. റെക്കോർഡ് വേഗത്തിൽ ബെയിലി പാലം പണിഞ്ഞത് സൈന്യത്തിന് മാത്രമല്ല, രാജ്യത്തിനാകെ അഭിമാനകരമായ നിമിഷം പകർന്നു നൽകി. ഒരൊറ്റ നാൾ കൊണ്ട് പാലമുണ്ടാക്കി, അതിലൂടെ ജീപ്പ് ഓടിച്ച് ജനങ്ങൾക്ക് പാലം തുറന്നുകൊടുത്തു. മേജർ സീത अशोक शेल्के. तो डिफ़िकल्टी जैसे कि मैंने पहले भी बता दिया, डिफ़िकल्टी ये था कि रेस्ट्रिक्शंस ऑफ स्पेस था हमें ब्रिज लॉन्च करने के लिए. एक और डिफ़िकल्टी ये थी कि यहाँ तक व्हीकल्स का मूवमेंट, जो हमारे लोड कैरी के साथ जो हमारे व्हीकल्स थे, यहाँ तक आने के लिए दिक्कत था ड्यू टू ट्रैफिक इशू.
एंड ड्यू टू हेवी रेन और ड्यू टू हेवी रेन हम लोग इसको कंटिन्यू करने के लिए कुछ दिक्कतें आई. Would like to thank everyone because of my family's efforts we could have launched this bridge and ये हमारे लिए बहुत प्राउड की बात है कि हम इस इतने मुश्किल समय में एक इंडियन आर्मी के तहत हम आपके काम आ पाए. സൈന്യത്തിന്റെ സേവനത്തിന് നന്ദി പറയേണ്ട കാര്യമില്ല. അത് അവരുടെ സേവനമാണ്, ചുമതലയാണ്. അതവർ നിർവഹിക്കുക തന്നെ ചെയ്യും. അവർക്ക് കേരളത്തിന്റെ സല്യൂട്ട് നമുക്ക് നൽകാം. मेरी ज़मीं अफसोस नहीं जो तेरे लिए 100 दर्द सहे महफूज रहे तेरी आन सदा चाहे जान मेरी ये रहे ना रहे. എന്തൊക്കെ അവർക്ക് ചെയ്യാനാകുമോ അതെല്ലാം അവർ ഇതിനൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അവർ നടത്തിയിട്ടുള്ള സേവനം വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനപ്പുറത്താണ്. നോ വേർഡ്സ് ടു സേ അബൌട്ട് ദി വാല്യുബിൾ സർവീസസ് ദാറ്റ് യു ഹാവ് ഗിവൺ us. We salute you all. मेरी ज़मीं महबूब मेरी मेरी नस नस में तेरा इश्क बहे फीका ना पड़े कभी रंग तेरा जिस्मों से निकल के खून कहे. Whatever we were supposed to do, we feel that to the fullest level of our satisfaction we have completed the task which was requested by the civil administration. With the help of local people and the SOG and the NDRF team, we were able to get some wooden log and we cut the tree and made some bridge. So accordingly, the rescue operation was on first and second day. It was quite successful. ഞങ്ങളൊരു 150 പേർക്ക് മേളിൽ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും വയനാടിൻ്റെ ഒരു പാർട്ടായി മാറിയിരിക്കുകയാണ്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ കൂട്ടുകാരൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ ക്യുസാരിലാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച പുറത്തുള്ള കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യണം, ഇവർക്ക് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാനായിട്ട് ചോദിക്കുന്നുണ്ട് ഇഷ്ടം പോലെ പേര്. അപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനായിട്ട് ചർച്ച ചെയ്തിട്ട് അവർക്ക് എന്താ പറ്റുന്നത് ഞങ്ങളുടെ ക്യുസാരിൻ്റെ അസോസിയേഷൻ അങ്ങനെയുള്ള കോളേജിൻ്റെ അസോസിയേഷൻ അതെല്ലാം ചേർന്ന് പറ്റുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാം. അത് തന്നെ ഉള്ളൂ. പിന്നെ പ്രാർത്ഥനയിലെല്ലാം ഇപ്പോൾ ഞാൻ അവിടെ കാണും. അതായിരിക്കും ഞങ്ങൾക്കിപ്പോൾ ഈ അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഒരു പട്ടാളക്കാരനും നന്ദി പറയുന്നത് കേൾക്കാൻ കാത്തു നിൽക്കാറില്ല. വയനാടിന് രക്ഷാകരം തീർക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ക്ഷണിച്ചപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന വിഷലിപ്തമായ പ്രചാരണം നടത്തിയവരുമുണ്ട്. നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ രാഷ്ട്രീയം വലിച്ചിഴയ്ക്കാൻ അവർക്കേ പറ്റൂ. നിഷ്കളങ്ക മനസ്സുകളിൽ കള്ളമില്ല എന്നതൊരു തെളിവായി ഇത്തവണയും ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങളുടെ കൊച്ചു സമ്പാദ്യങ്ങളുടെ കുടുക്കപ്പെട്ടിയുമായി എത്തി കുട്ടികൾ. അവർക്കും നൽകാം ഒരു വലിയ സല്യൂട്ട്. ചുരം നടന്നു വന്നിടാം കരൾ പകുത്തു തന്നിടാം ഉള്ളു പൊട്ടിയെങ്കിലും ഉലകമുണ്ട് കൂട്ടിനായി. വയനാട്ടിൽ ഉരുള് പൊട്ടിയോണ്ട് ജീവി കണ്ടുകൊണ്ട് ഇവിടെ കൊണ്ട് കൊടുക്കണമെന്ന് തോന്നി, അതുകൊണ്ട് കൊണ്ട് കൊടുത്തിയ കൊടുക്കാൻ. അതിൽ 1580 രൂപ ആയിരുന്നു തോന്നുള്ളത്. അവിടെ കൊണ്ട് വെച്ചായിരുന്നു എണ്ണിയത്. ഇവിടെ വെച്ച് പൊട്ടിച്ചില്ലായിരുന്നു, അവിടെ കൊണ്ട് വെച്ചാൽ പൊട്ടിച്ച് നോക്കിയത്. വയനാടേ മലനാടേ വയനാടേ മലനാടേ. വയനാട്ടിലെ ദുരന്തം കണ്ടപ്പോൾ കൊടുക്കാൻ ആഗ്രഹം തോന്നിയപ്പോൾ കൊടുത്തതാ. ഈ കുട്ടി ഈ യുവാൻ നമ്മൾ നൽകിയ തുക ഒരിക്കലും വിലമതിക്കാൻ കഴിയാത്തൊരു തുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം അതിന് മാതൃകയാണ്. വിഷമം തോന്നി, വഞ്ചി അടിക്കൊണ്ട് വയനാടിന്
വഞ്ചിക്കകത്തിന്റെ പൈസ എന്തിനായിട്ടിരുന്നത്? സൈക്കിള് വേണ്ടിച്ചു. സൈക്കിൾ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ? രാവിലെ ഇതുപോലെ ഒരുങ്ങി പോരാൻ നേരത്തെ ഞാൻ ചോദിച്ചു ഇതുപോലെ കൊടുക്കണ്ടെന്ന്. അതിനുമ്പേ പറഞ്ഞു അച്ഛമ്മന് കൊണ്ട് കൊടുക്കണം എന്ന് ഇയാൾ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ പിന്നെ ഇയാൾക്ക് സങ്കടമാവുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും ഞാൻ ചോദിച്ചു കൊടുക്കണോ? ആ കൊടുക്കണോ അമ്മേ, എനിക്ക് കൊടുക്കണം എന്ന്. സൈക്കിൾ വാങ്ങിക്കണ്ടേ? സൈക്കിൾ ഇപ്പോൾ വാങ്ങിക്കുന്നില്ല, പിന്നീട് എപ്പോഴെങ്കിലും വാങ്ങിച്ചാൽ മതി. ചുമലു പങ്കുവച്ചിടാം, മനം നിറച്ചു തന്നിടാം, ഉരുളു പൊട്ടി വീണിടം ഉയിരു പോലെ കാത്തിടാം. കരകയറുക, നടുനിവർത്തുക, മിഴിയുണരുക, തുടി ഉയർത്തുക, വയനാടേ മലനാടേ, വയനാടേ മലനാടേ. പഴശ്ശി തന്നൊരോർമ്മയിൽ വെളിച്ചമായി മാറുക, ചിറകു തുന്നിവാനിലായി തെളിച്ചമായി വാഴുക. ചുരം നടന്നു വന്നിടാം, കരൾ പകുത്തു തന്നിടാം,